ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കൃഷി, വ്യവസായം, ആരോഗ്യം, മാലിന്യ നിർമ്മാർജ്ജനം, ടൂറിസം അടക്കമുള്ള പദ്ധതികൾക്ക് പത്രികയിൽ പ്രാധാന്യമുണ്ട്. പെരുമ്പാവൂർ ടൗൺ ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. ജനങ്ങൾക്കേറെ പ്രതീക്ഷയേകി LDF പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. പൊതുവികസനം, കൃഷി, വ്യവസായം, ക്ഷേമം, ആരോഗ്യം, മാലിന്യ നിർമ്മാർജ്ജനം, കായികം, വിദ്യാഭ്യാസം, സാംസ്കാരികം, ടൂറിസം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ നിർദ്ദേശിച്ച് മുടങ്ങിക്കിടക്കുന്ന ബൈപ്പാസ്, ആ ബൈപ്പാസിന് സർക്കാർ പണം നൽകാത്തതുകൊണ്ടല്ല, ആ ബൈപ്പാസ് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും. അതുമാത്രമല്ല, നമ്മൾ പണ്ട് പെരുമ്പാവൂരിൽ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി ആരും പരിഗണിക്കാതെ കിടപ്പുണ്ട്. അതായത് വല്ലംചൂണ്ടിയിൽ നിന്ന് കാഞ്ഞിരക്കാട് കാരാട്ടുപള്ളിക്കര വഴി ആലുവ മൂന്നാർ റോഡിൽ എത്തിച്ചേരുന്ന ഒരു ബൈപ്പാസ്, ലിങ്ക് റോഡ് എന്നത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ശബരി റെയിൽവേയുടെ അലൈൻമെന്റ് ഉണ്ട് ആ ഭാഗത്തു കൂടി. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു സമാന്തര റോഡായി അത് വികസിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു പുതിയ ബൈപ്പാസ് ആവും. മറ്റൊന്ന് നോക്കൂ, വല്ലംചൂണ്ടിയിൽ നിന്ന് പഴയ റയോൺസ് കമ്പനിയുടെ മുന്നിലൂടെ, അതാ റയോൺസ് കമ്പനി എന്നുള്ളത് മാറുമ്പോൾ ഇലക്ട്രോണിക് പാർക്ക് ആവുകയാണ്. ഇലക്ട്രോണിക് പാർക്ക് ആകുന്നതോടുകൂടി എയർപോർട്ടിന്റെ സാമീപ്യവും പെരിയാറിന്റെ സാമീപ്യവും എല്ലാം കൂടി വരുമ്പോൾ വല്ലം, റയോൺപുരം, പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ വൻ വികസനത്തിന്റെ സാധ്യതയാണുള്ളത്. പിന്നെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട നിർദ്ദേശമാണല്ലോ, പെരുമ്പാവൂരിൽ ഒരു ഗവൺമെന്റ് കോളേജ് വേണം. പെരുമ്പാവൂരിൽ അപ്പുറത്ത് ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ഉണ്ട്, പെരുമ്പാവൂരിൽ മർത്തോമ വനിതാ കോളേജ് ഉണ്ട്, കാലടിയിൽ കാലടി ആദിശങ്കര കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർട്സ് കോളേജ് ഉണ്ട്. പെരുമ്പാവൂരിലോ? പെരുമ്പാവൂരിലെ വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും രാവിലെ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് ഛിന്ന ഭിന്നമായി യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പൊ പെരുമ്പാവൂരിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ചും ഇപ്പൊ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസം വരെ സൗജന്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാവണം. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കും എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ വാഗ്ദാനം ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുകയാണ്. പെരുമ്പാവൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമായ ടൗൺ ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന ഉറപ്പാണ് പത്രികയിലെ പ്രധാന കാര്യം. മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും വീതി കൂട്ടി നിർമ്മിക്കും. ആധുനിക ശുചിമുറികൾ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കും. പട്ടികജാതി ക്ഷേമവും അതിഥി തൊഴിലാളികൾക്ക് കൃത്യമായ രജിസ്ട്രേഷൻ സൗകര്യങ്ങളും ഹെൽത്ത് കാർഡും ലഭ്യമാക്കുന്നതിന് പ്രത്യേക പോർട്ടൽ, ആധുനിക രീതിയിലുള്ള മത്സ്യ മാംസ മാർക്കറ്റ്, ക്ഷേത്ര സങ്കേതങ്ങളുടെ വികസനം എന്നിവ പത്രികയിൽ ഇടം നേടിയിട്ടുണ്ട്. പെരുമ്പാവൂരിൽ ഒരു സ്പോർട്സ് സമുച്ചയം ഉണ്ടാകണം, ഒരു കായിക കേന്ദ്രം ഉണ്ടാകണം, കായിക കോംപ്ലക്സ് ഉണ്ടാവണം. നമ്മുടെ ആശ്രമം സ്കൂളിന്റെ മൈതാനം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടെ പോയിരുന്നു. ബോയ്സ് ഹൈസ്കൂളിൽ 100 കണക്കിന് പേര് നടക്കാനും കളിക്കാനുമായിട്ട് വരുന്നുണ്ട്. അപ്പോ കായിക രംഗത്ത് വൻ വികസന സാധ്യത, പുതിയ തലമുറയ്ക്ക് ഉൾപ്പെടെ ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതി ഈ പെരുമ്പാവൂരിൽ നടപ്പിലാക്കുന്നതിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. കാരണം അത് നേരത്തെ അങ്ങനെ പറയേണ്ടെന്ന് കണ്ടല്ലോ. പക്ഷെ ആ പദ്ധതി നല്ല സ്പോർട്സ് സെന്റർ നമുക്ക് പെരുമ്പാവൂരിൽ സ്ഥാപിക്കാനാവണം. അങ്ങനെ വരുമ്പോഴോ കുട്ടികൾക്ക് താമസിപ്പിച്ച് പഠിക്കാൻ കഴിയുന്ന, പരിശീലനം നൽകാൻ കഴിയുന്ന സ്പോർട്സ് സ്കൂളുകൾ ഉണ്ടാകും. അതിന്റെ പരിശീലനത്തിലുള്ള ട്രെയിനിങ് സംവിധാനങ്ങൾ ഉണ്ടാകും. അപ്പൊ വളരെ മികച്ച നിലയിലുള്ള സ്പോർട്സ് സാധ്യത, കായിക സാധ്യതകളെ വികസിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പദ്ധതിയുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ, പെരുമ്പാവൂരിലെ മരവ്യവസായം കഴിഞ്ഞാൽ പിന്നെയുള്ളത് കൃഷിയല്ലേ. കാർഷിക മേഖലയിൽ സമഗ്രമായ പദ്ധതികൾ. എന്താ കാര്യം? കൃഷിക്കാർക്ക് കൃഷി ആത്മധൈര്യത്തോടുകൂടി
വ്യത്യസ്തങ്ങളായ വിളകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കൃഷി നടത്താനുള്ള സഹായം വേണം. അതിനവർക്ക് പരിശീലനം വേണം. അതിനവർക്ക് സഹായം വേണം, സാമ്പത്തിക സഹായം വേണം. അവരുൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് വില കിട്ടണം. അവരുടെ വിളകൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം. അവരുടെ വിളകൾക്കുള്ള സംരക്ഷണം കിട്ടണം. കൃമികീടങ്ങളും പിന്നെ വന്യജീവികളും കടന്നാക്രമിച്ച് വിളകളെല്ലാം ഇല്ലാതാക്കി കളയുന്ന ഇന്നത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതിയുണ്ട്. അതിനെല്ലാം പരിഹാരമുണ്ടാകണം. ആ പരിഹാരമുണ്ടാക്കുമെന്നുള്ള സമഗ്രമായ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മരവ്യവസായത്തിന്റെ പിന്നെ പ്ലൈവുഡിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ട്രാവൻകൂർ കൗൺസിൽ ഇലക്ട്രോണിക്സ് പാർക്ക് സർക്കാർ ഏറ്റെടുത്ത 30 ഏക്കറിൽ 28 ഏക്കർ കെയ്ൻസ് കമ്പനി ആ പാർക്ക് വിഭാവനം ചെയ്തു. ഇനിയും കുറച്ച് സ്ഥലം കൂടി സർക്കാരിന് കിട്ടേണ്ടതുണ്ട്. അതിന്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഒഴിപ്പിച്ചെടുത്താൽ ആ സ്ഥലം കിട്ടും. അപ്പൊ പുതിയ തലമുറയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നല്ല പിന്നെ വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ വരണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. മറ്റൊരു സംഗതി, ഇപ്പോ സാമൂഹ്യക്ഷേമത്തിൽ പെൻഷനെ അപേക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുന്ന നിർഭാഗ്യവാന്മാരായ മനുഷ്യരുണ്ടാകും നമുക്കിടയിൽ. പല പരിഗണനകൾ കൊണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ മുടങ്ങാതെ കിട്ടണം. ഒന്ന്. രണ്ട്, അർഹതപ്പെട്ടിട്ടുള്ള ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പരിഗണിക്കപ്പെടുന്ന നില വരണം. പെരുമ്പാവൂർ RT ഓഫീസിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കും എന്ന വാഗ്ദാനവും ഉണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളെയും സഹകരണ ബാങ്കുകളെയും കൂട്ടിയോജിപ്പിച്ച് നവീന കൃഷി പദ്ധതികൾ, ഡിംബർ സോൺ പദ്ധതി, അരി വ്യവസായ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതി, ലൈഫ് ഭവന പദ്ധതിയുടെ വ്യാപനം, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം, താലൂക്ക് സർക്കാർ ആശുപത്രിയുടെ നവീകരണം എന്നിവയാണ് മറ്റു പദ്ധതികൾ. ലൈഫ് മിഷൻ പദ്ധതി നോക്കിക്കോ. ഇപ്പൊ UDFന്റെ ഗ്രാമപഞ്ചായത്തുകൾ മുൻകാല അനുഭവങ്ങളെ കുറിച്ച് നോക്കൂ. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അർഹതപ്പെട്ടിട്ടുള്ള അർഹരായ മനുഷ്യർ ഗുണഭോക്തൃ ലിസ്റ്റിൽ വന്നിട്ടും അത് നടപ്പിലാക്കി കിട്ടാത്ത വേദനാജനകമായ അവസ്ഥ വിവിധ പ്രദേശങ്ങളിൽ കാണും. ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടാക്കി ഒരു ഏകീകൃതമായ നിലയിൽ ഒരു നിയമസഭാ സാമാജികന്റെ നേതൃത്വത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു നില വന്നാൽ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ലേ? ഇത് നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വയോജനങ്ങളുടെ പ്രശ്നമല്ലേ? ഹാപ്പിനെസ് വയോജന പാർക്ക് സന്തോഷകരമായി രാവിലെയും വൈകുന്നേരങ്ങളിലും വയോജനങ്ങൾക്ക് ഒത്തുകൂടാൻ, നടക്കാൻ, ഇരിക്കാൻ, കളിക്കാൻ, തമാശ പറയാൻ, മാനസിക ഉല്ലാസം ലഭ്യമാക്കാൻ കഴിയുന്ന സങ്കേതമുണ്ടാവുക. അത് ഇതിന്റെ ഭാഗമാണ്. ആരോഗ്യരംഗത്തെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ സമഗ്രമായ വികസനം ഉണ്ടാവണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ആരോഗ്യരംഗത്ത് നല്ല ഫിസിയോതെറാപ്പി സെന്ററുകൾ ഉണ്ടാവുക, നല്ല യോഗ കേന്ദ്രങ്ങൾ ഉണ്ടാവുക, നല്ല സൂംബ ഡാൻസ് കളിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുക. ഒരു കോംപ്രിഹെൻസീവായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ പദ്ധതികളൊക്കെ നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സമഗ്രമായ പദ്ധതികൾ ഇപ്പോ ലോക്കൽ ബോഡി ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഹരിതകർമ്മ സേനകൾക്ക് അവർക്ക് പ്രത്യേകമായ പരിചരണവും സാമൂഹ്യമായ സംരക്ഷണവും കൊടുത്താൽ അതൊരു തൊഴിൽ മാർഗം എന്ന നിലയ്ക്ക് മാത്രമല്ല, അതിനെ ഒരു സോഷ്യൽ സർവീസായി, സാമൂഹ്യ സേവനമായി, സാമ്പത്തികമായി നിലനിൽക്കാൻ കഴിയും വിധത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിനെ ഒരു സാമൂഹ്യ സേവന പദ്ധതിയാക്കി അതിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും. മണ്ഡലത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കും. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗ്രൗണ്ട് ആധുനിക രീതിയിൽ വികസിപ്പിക്കും. സബ് ജില്ലയിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും അമ്മ മധുരം പദ്ധതി വഴി പ്രഭാത ഭക്ഷണ പരിപാടി ആരംഭിക്കും. നിർദ്ദിഷ്ട ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കും. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ക്ഷേത്രം, ആദിശങ്കര ജന്മഭൂമി, മലയാറ്റൂർ കുരിശുമുടി, കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാലടി കേന്ദ്രീകരിച്ച് പിൽഗ്രിം ടൂറിസം വികസനത്തിനായി പദ്ധതികൾ രൂപീകരിക്കും. ഈ നാടിന്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ഈ നാട് ആഗ്രഹിക്കുന്ന വികസന പദ്ധതികളുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആരോഗ്യ മേഖലയ്ക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും
മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൃഷിക്കും പൊതുവികസനത്തിനും അതുപോലെ കായിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ടൂറിസത്തിന് ഏറ്റവും കേൾവികേട്ട പെരുമ്പാവൂരിനെയും ആധാരമാക്കിക്കൊണ്ട് ഈ പ്രകടന പത്രിക ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയാൽ അത് പ്രകടനമായി മാത്രം നിലനിർത്തുന്ന ഒരു രീതിയല്ല. നമ്മൾ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നത് പറയുകയും ചെയ്യുന്ന തലത്തിലാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പ്രകടന പത്രിക ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ വികസനങ്ങൾക്കും ഉതകുന്ന ഒന്നായിരിക്കും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ LDF സ്ഥാനാർത്ഥി ബേസിൽ പോൾ, നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് NC മോഹനൻ, കമ്മിറ്റി ചെയർമാൻ ബാബു ജോസഫ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് കാവുങ്കൽ, CPI പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി CM അബ്ദുൾ കരീം, LDF നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ KP ബാബു, NCP സംസ്ഥാന സെക്രട്ടറി TP അബ്ദുൾ അസീസ്, അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ, PM സലീം, KP റെജിമോൻ എന്നിവർ പങ്കെടുത്തു. ആധുനിക കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയെ കുറിച്ച് പൊതുജനങ്ങൾ വിലയിരുത്തും. പണ്ട് കാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തതിന് ശേഷം അത് മുന്നണികൾ, രാഷ്ട്രീയ കക്ഷികൾ ബോധപൂർവം അടച്ച് ആ അലമാരയിൽ സൂക്ഷിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് പൊടി തട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയുന്ന വാഗ്ദാനങ്ങൾ, ഞങ്ങളെ അധികാരത്തിലേറ്റി, ഭൂരിപക്ഷം വോട്ട് നൽകി അധികാരത്തിലേറ്റിയാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി, വോട്ടർമാർക്ക് വേണ്ടി മുന്നണി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും എന്ന് നൽകുന്ന വാഗ്ദാനമാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. ഈ വാഗ്ദാനങ്ങളിലെ പൂർത്തീകരണത്തെക്കുറിച്ച് പൊതുജനങ്ങൾ ഇന്ന് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മുൻ സർക്കാരുകൾ കഴിഞ്ഞ 10 വർഷക്കാലമായി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും നിറവേറ്റി എന്ന് ജനങ്ങളോട് പറയാണ്. അതിനകത്ത് ഒരെണ്ണം ചെയ്യാതിരുന്നാൽ അത് പൊതുജനങ്ങൾ, വോട്ടർമാർ ചോദിക്കും. അതുകൊണ്ട് വളരെ പ്രാമാണിക രേഖയാണിത്, വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് മുന്നണി സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നൽകിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കും. പൂർത്തീകരിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ബേസിൽ പോളും ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയും പറയുക, പെരുമ്പാവൂരിന് മുൻഗണനാക്രമത്തിൽ വളരെ പ്രധാനമായി ചെയ്യേണ്ടത് അതിൻ്റെ ആ മുൻഗണനാ രൂപത്തിൽ ഞങ്ങൾ പൂർത്തീകരിക്കും, ഞങ്ങൾ അധികാരത്തിലെത്തി 5 വർഷത്തിനുള്ളിൽ. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.